നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോളെ, നിന്റെ തെറ്റിദ്ധാരണകൾ മാറട്ടെ എന്ന് കരുതിയ ഇതൊക്കെ ഇവിടെ നിൽക്കുന്നത്. മാനസികമായ ഐക്യമില്ലെങ്കിൽ ഒരു വീട്ടില് ഒരുമിച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നീ രഘുവിനെ മനസ്സിലാക്കണം. നിന്റെ തെറ്റിദ്ധാരണകൾ മാറിയെന്നറിഞ്ഞാലേ അവന് അവന്റെ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും ആരും പറഞ്ഞു ചെയ്യിക്കേണ്ടതല്ലെന്ന് അറിയാം. എന്നാലും ഞങ്ങളെല്ലാവരും ഒരേ കാര്യം തന്നെ പറയുമ്പോൾ രഘുവേട്ടനോട് ക്ഷമിക്കാൻ അമ്പിളി ചേച്ചിക്ക് ശ്രമിച്ചൂടെ? ഞാൻ ശ്രമിക്കുന്നുണ്ട് ജീരു. എൻ്റെ ഭർത്താവല്ലേ, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ എന്ന ചിന്തയൊക്കെ എനിക്കുണ്ട്. ചില നേരത്ത് ഇരിപ്പ് കാണുമ്പോൾ എനിക്കും വിഷമം തോന്നിയിട്ടുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടായാലും സ്വന്തം ശരീരം മറന്ന് ചാടി ഇറങ്ങുന്ന ഒരു മനുഷ്യനല്ലേ. ഈ കുടുംബത്തെ ഏതൊക്കെ ഘട്ടങ്ങളിൽ താങ്ങി നിർത്തിയ ആളാ രഘുവേട്ടൻ. അങ്ങനെ ഒരാൾ എനിക്ക് മുമ്പിൽ ഇങ്ങനെ തലകുനിച്ചിരിക്കുന്നത് കാണുമ്പോ ഓടിച്ചെന്ന് സാരില്ല രഘുവേട്ട എന്ത് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ദാസങ്കള് രഘുവേട്ടനെ വിളിച്ചിരുന്നില്ലേ? ആ, ഇങ്ങോട്ട് വരുന്ന കാര്യം പറയാൻ വിളിച്ചിരുന്നു. അത് കേട്ടപ്പോ എനിക്ക് വലിയ വിഷമമായി. ഫോൺ വെച്ച ഉടനെ രഘുവേട്ടന്റെ അടുത്ത് പോയി എല്ലാം പറഞ്ഞു തീർക്കാന്ന് ഉറപ്പിക്കുകയും ചെയ്തതാ. പക്ഷെ അവസാനം രഘുവേട്ടൻ അവളുടെയും കുഞ്ഞിന്റെ വിശേഷം ചോദിക്കുന്നത് കേട്ടപ്പോ ഇനിയും ഞാൻ അയാളെ വിശ്വസിക്കണോ? അങ്ങളെ ക്ഷമിക്കണോ ഞാൻ ആ മനുഷ്യനോട്? മോളെ, അത് എന്താണെന്ന് വെച്ചാലേ ഒന്നും പറയണ്ടെങ്കില് ഇനിയൊന്നും പറയണ്ട. പറ്റുമെങ്കിൽ അങ്കിൾ പോകുമ്പോ കൂട്ടിക്കൊണ്ട് പൊയ്ക്കും. എനിക്ക് അത്രയും സമാധാനം കിട്ടും. എന്താ അങ്ങളെ കേൾക്കുന്നത്? രഘുവേട്ടൻ വീണ്ടും? ഏയ്, അങ്ങനെയൊന്നും ഇല്ല മോളെ. ചെയ്തു ആ കൊച്ചിന്റെ അസുഖം ഭേദമായെന്ന് മാത്രമേ അവൻ ചോദിച്ചുള്ളൂ. അങ്ങളെ, ചായ കുടിക്കാൻ ആ, കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ടേ. മോളെ, ഞാൻ അവിടെ ഉണ്ട്. ആഹാ, കുഞ്ഞു ഉറങ്ങിയല്ല.